കഴിഞ്ഞ ഏപ്രിലാണ് നമ്മൾ ഈ ഒരു വില്ലയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നല്ല മുട്ട മഴയായിരുന്നു. ആ ഒരു മഴയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ ജനുവരിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഈ ഫ്രണ്ടിലുണ്ടായിരുന്ന സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് കവറായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തോ മേടിച്ചപ്പോൾ വന്ന ഒരു തെർമോക്കോളിൻ്റെ ബോക്സ് ഇവിടെ ഇങ്ങനെ ചോരുമ ആണിയൊക്കെ അടിച്ച് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ 2 അഡീഷണൽ ബോക്സും കൂടി അറേഞ്ച് ചെയ്ത് ഒരു ചെറിയ വീടിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുന്നത് പോലെ എൻ്റെതായ രീതിക്ക് എന്തെങ്കിലുമൊക്കെ താജ്മഹൽ ഇതിൻ്റെ മണ്ടയ്ക്ക് പണിയാം എന്നുള്ള പ്ലാനിലാണ് ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം ഇതിപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മാസം കുറച്ചാവുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് കാറ്റടിക്കുമ്പോൾ മുകളിലത്തെ 2 ലെയർ പറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഞാനിതിപ്പോൾ ഇന്നലെ ഇതിൻ്റെ പണിയൊന്ന് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും റിസർവായിട്ട് കുറച്ച് പെയിൻ്റൊക്കെ വെക്കാറുണ്ട്. അതിലൊരു ബ്രൗൺ കളർ പെയിൻറ്റ് ഞാൻ എടുത്തിട്ട് ഇതിന് ചെന്നം പിന്നെ പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആദ്യത്തെ ഒരു ലെയറിന് മാത്രം തന്നെ ചോരുമായിട്ട് ബന്ധമുള്ളൂ. രണ്ടാമത്തെ എപ്പോൾ വേണമെങ്കിലും പറന്നു പോകാം. അപ്പോൾ ഒരു കണക്ഷനും ആവും. പിന്നെ ഒരു വിൻഡോ പോലെ തോന്നുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് 2 ചോപ്പ് സ്റ്റിക്കൊക്കെ എടുത്തിട്ട് ഇവരെയൊക്കെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കുത്തി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി ഈ സോൾഡറിങ് അയൺ വെച്ചിട്ടുള്ള ഇഷ്ടിക വാർക്കലാണ്. സംഭവം ഇത്രയും എളുപ്പത്തിൽ ഇഷ്ടിക വാർക്കാൻ പറ്റിയ വേറൊരു സംവിധാനം ഇന്ന് ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമില്ലെങ്കിലും ഇത്ര എളുപ്പത്തിലുള്ള പണിയായതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്വിച്ച് ബോർഡ് അടിയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ വേറെ എക്സ്റ്റൻഷൻ ഒന്നും തപ്പിപ്പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂഫ് ഒന്ന് സെറ്റാക്കാൻ നോക്കുമ്പോൾ ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെ 2 ഒടിച്ച് 2 കമ്പൊക്കെ കുത്തി ഏകദേശം ഒരു റൂഫിൻ്റെ ഷേപ്പാക്കി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു റൂഫൊക്കെ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ഡെക്കറേഷന് നമ്മൾ പ്ലൈവുഡ് കടയിൽ നിന്ന് കുറച്ച് തടികളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അത് തീരുന്നത് വരെ എൻ്റെ എന്ത് ഡെക്കറേഷൻ ഉണ്ടായാലും അതിലൊക്കെ തടിയുടെ ഒരു ചായ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ റൂഫ് തടിയിൽ സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാണാൻ വളരെ കുട്ടി വീടാണെങ്കിൽ ഇന്നലത്തെയും ഇന്നത്തെയും എൻ്റെ വൈകുന്നേരത്തെ അധ്വാനം മുഴുവൻ ഈ വീടിൻ്റെ മുകളിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് അത്യാവശ്യം രാത്രിയായി തുടങ്ങി. ഇനി വല്ല പാമ്പോ എലിയോ ആരെങ്കിലും വന്നിട്ട് എന്നെ കടിക്കാൻ നിൽക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ തൽക്കാലം പണിയെന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ കൊണ്ടെങ്കിലും ഇതിൻ്റെ പണിയൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം.